നിരന്തരമുള്ള പൈപ്പ് പൊട്ടലിൽ വെള്ളം കുടിച്ച് ജല അതോറിറ്റി. തലസ്ഥാനത്ത് കഴിഞ്ഞ 3 വർഷത്തിനിടെ 29,143 തവണയാണ് പൈപ്പ് പൊട്ടിയത്. ഏറ്റവും കൂടുതൽ പൈപ്പ് പൊട്ടൽ ആറ്റിങ്ങൽ സെക്ഷനിലാണ്, 6,635 തവണ. ഏറ്റവും കുറവ് ശാസ്തമംഗലം സെക്ഷനിലും. പൈപ്പ് പൊട്ടലുകളിലൂടെ ജനങ്ങൾക്ക് വിതരണം ചെയ്യേണ്ട ജലത്തിന്റെ 40% നഷ്ടമാകുന്നെന്നാണ് ജല അതോറിറ്റിയുടെ കണക്ക്. ജല അതോറിറ്റിക്ക് ഏറ്റവും കൂടുതൽ വരുമാനമുള്ള റവന്യൂ ഡിവിഷനും തിരുവനന്തപുരമാണ്. പ്രധാന കുടിവെള്ള ലൈനുകളിലെ പൈപ്പുകളുടെ കാലപ്പഴക്കം ഏറെയാണ്. 30 മുതൽ 50 വർഷം വരെ പഴക്കമുള്ള പൈപ്പുകളാണ് പലയിടത്തും. കവടിയാറിൽ നിന്ന് തുടങ്ങി പട്ടം മരപ്പാലം വഴി മെഡിക്കൽ കോളേജിൽ അവസാനിക്കുന്ന ലൈനിലാണ് കാലപ്പഴക്കം ചെന്ന പൈപ്പുകൾ ഏറെയും. പ്രധാന റോഡുകൾ കടന്നു പോകുന്ന ലൈനുകളായതിനാൽ പൈപ്പ് പൊട്ടിയാലുള്ള അറ്റകുറ്റപ്പണിയും ശ്രമകരമാണ്. മാത്രമല്ല, റോഡ് ടാർ ചെയ്യുന്നത് അടക്കമുള്ള സാമ്പത്തിക ബാധ്യത വേറെയും. പൈപ്പിനുള്ളിലെ മർദ്ദം ക്രമാതീതമായി ഉയരുന്നതാണ് അടിക്കടിയുള്ള പൈപ്പ് പൊട്ടലിന് കാരണമെന്ന് ജല അതോറിറ്റി ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. 2018 നഗരത്തിലെ വെള്ളയമ്പലം ഒബ്സർവേറ്ററി മുതൽ ആയുർവേദ കോളേജ് വരെയും പേരൂർക്കട മുതൽ മൺവിള വരെയും പഴയ HDPE പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കാൻ ജല അതോറിറ്റി ടെൻഡർ നൽകിയിരുന്നു. എന്നാൽ കോൺട്രാക്ടർമാരുമായുള്ള പ്രശ്നങ്ങളെ തുടർന്ന് 2020 കരാർ റദ്ദാക്കി. നിലവിൽ ഒബ്സർവേറ്ററി ആയുർവേദ കോളേജ് റൂട്ടിലെ 4 കിലോമീറ്റർ ദൂരം ഒരു കരാറുകാരനും പേരൂർക്കട മൺവിള ലൈനിലെ 12 കിലോമീറ്റർ ദൂരം മറ്റൊരു കരാറുകാരനുമാണ് ജോലികൾ ചെയ്യുന്നത്. 2022 പണി പൂർത്തിയാക്കേണ്ടതായിരുന്നെങ്കിലും 1/3 ജോലികൾ മാത്രമാണ് തീർന്നത്. രണ്ടാമത്തെ കരാറുകാരൻ ഇതുവരെ പണികൾ തുടങ്ങിയിട്ട് പോലുമില്ല. പൊട്ടലുകളുടെ എണ്ണം ഇങ്ങനെയാണ്: നെടുമങ്ങാട് 4,678 തവണ, കരമന 2,269 തവണ, വർക്കലയിൽ 2,171 തവണ, പാളയം 1,947 തവണ, പാറ്റൂരിൽ 1,799 തവണ, കുര്യാത്തിയിൽ 1,711 തവണയും അതേസമയം നെയ്യാറിൽ 1,496 തവണയും, പൂങ്ങുമൂടിൽ 1,338 തവണയും, പാറശാലയിൽ 1,232 തവണയും, പേരൂർക്കടയിൽ 1,172 തവണയും, കഴക്കൂട്ടം 1,163 തവണ, കവടിയാർ 923 തവണ, പാലോട് 530 തവണ, അരുവിക്കര 64 തവണ. ഏറ്റവും കുറവ് പൊട്ടൽ സംഭവിച്ചത് ശാസ്തമംഗലത്താണ്, 10 തവണ. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.